ലിൻഡോ ജോസഫ് MLA തന്നെ ചേരുന്നുണ്ട് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ. ലിൻഡോ, ഗുഡ് ഈവനിങ് ലിൻഡോ. എന്താണ് സംഭവിച്ചത്? ഇത് പുതുതായിട്ട് കല്യാണം കഴിച്ചു വന്നപ്പോൾ പഴയ സ്ഥലത്തെ വോട്ട് മാറ്റാൻ കഴിയാതെ പോയതാണോ? അതൊരു ശ്രദ്ധക്കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നമ്മളെ നിശ്ചയിച്ചിട്ട് കാര്യമില്ലല്ലോ. ജനപ്രതിനിധികൾ കാണിക്കേണ്ട ഒരു ജാഗ്രത ഉണ്ടല്ലോ. പക്ഷെ അവിടെ പോയി അങ്ങനെ ഇരട്ട വോട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഇല്ലില്ല, ഇരട്ട വോട്ട് അവള് എന്റെ വൈഫ് അനു, അവള് മുക്കം മുനിസിപ്പാലിറ്റി കച്ചേരി ഡിവിഷനിൽ പെട്ട ഒരാളാണ്. ഓക്കെ, അവിടെ അനുവിന് വോട്ടുണ്ട്. പക്ഷേ എന്താണ്, ഞാൻ എന്റെ വിവാഹം കഴിച്ച് എന്റെ പഞ്ചായത്തിൽ കൂടറഞ്ഞി പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ വോട്ട് ചേർത്തു. ഇവിടുത്തെ വോട്ട് നീക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ അറിയുന്നത്. അത് എന്താണ്, ഒരു മിസ്റ്റേക്ക് ആണല്ലോ, അത് തിരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ഭാഷ്യം. ഓക്കെ, അപ്പൊ ഉടൻ തിരുത്തുമല്ലേ? അത് തിരുത്താനുള്ള അപേക്ഷ കൊടുക്കും. തീർച്ചയായും അത് തിരുത്തപ്പെടേണ്ടതാണല്ലോ. നമ്മൾ അത്തരം കാര്യങ്ങളിൽ ജാഗ്രത കാണിക്കുകയും അത് ചെയ്യുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. ഓക്കെ, താങ്ക് യു ലിൻഡോ. ലിൻഡോ, ദീപക്, എനിക്ക് തോന്നുന്നു അതൊരു ശ്രദ്ധക്കുറവാണ് എന്നാണ് ലിൻഡോ പറയുന്നത്. അങ്ങനെ രണ്ട് സ്ഥലത്തും ഇരട്ട വോട്ട് ചെയ്തിട്ടില്ല എന്നാണ്. മാത്രമല്ല ഉടൻ തന്നെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കും എന്നാണ് പറയുന്നത് ദീപക്. അതാണ് MLAയുടെ വിശദീകരണം. പക്ഷേ യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഇതിൽ CPIഎമ്മിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ MLA മറുപടി പറയണമെന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. MLAയുടെ മറുപടി ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവമ്പാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ദിശാലുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ദിശാലും പറയുന്നത് ഈ കാര്യത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് തന്നെ രണ്ടിടത്ത് വോട്ട് ഉണ്ടാവുക, അതിലെന്തുകൊണ്ട് പരിശോധന നടന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അത് ഉണ്ടാകേണ്ടത്. പക്ഷേ അത് ഉണ്ടാകാതെ പോയത് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് സ്വാഭാവികമായും ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് മറുപടി പറയേണ്ടിയും വരും. താങ്ക് യു. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.